നമസ്കാരം. DFO ഓഫീസ് അതിക്രമ കേസിൽ PV അൻവറിന് ആശ്വാസം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ അൻവറിന് ജാമ്യം അനുവദിച്ചു. രേഖകൾ ഹാജരാക്കാൻ വൈകുന്നതിനാൽ അൻവറിന്റെ മോചനം ഇന്ന് ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന നിബന്ധനയുണ്ട്. 1.5 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യവും വേണം. പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപ കെട്ടിവെക്കണമെന്ന് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അതിനിടെ DMK നേതാവ് EA സുഗുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അൻവർ കഴിഞ്ഞാൽ കേരള അൻവർ DMKയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് EA സുഗു. ആദ്യം CK വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിജയൻ, ഇന്ന് PV അൻവറിന്റെ മോചനം ഉണ്ടാകുമോ അതോ ഈ രാത്രി കൂടി അൻവറിന് ജയിലിനകത്ത് കഴിയേണ്ടി വരുമോ? അതാണ് നമുക്ക് ഇപ്പോൾ അറിയേണ്ട ആദ്യത്തെ കാര്യം. അഭിലാഷ്, ഒരു സംശയവും വേണ്ട. ഇന്ന് തീർച്ചയായും PV അൻവർ ഈ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും 9 മണിയോടുകൂടി പുറത്തിറങ്ങിയിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട മറ്റ് രേഖകൾ, അതായത് ബോണ്ട് അതോടൊപ്പം തന്നെ ഈ പണം കെട്ടിവെച്ചതിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒരു 8:30 ഈ ജയിലിലെത്തും എന്നാണ് പ്രതീക്ഷ. അവർ 6 മണിക്കകം തന്നെ നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ആ വാഹനം എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ മുറ്റത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ. നമ്മളിവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. മാല ഒരുക്കിയിരിക്കുന്നു, അതോടൊപ്പം തന്നെ പൊന്നാട ഒരുക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ MLA ബോർഡ് വീണ്ടും സ്ഥാപിച്ച് തൊട്ടപ്പുറത്ത് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തിന് അനുഗമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഒരു തുറന്ന വാഹനത്തിൽ, ഇനി ഈ കാറിലല്ല എങ്കിൽ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടെ എത്തിച്ച PV അൻവറിനെ തിരിച്ച് ഈ ജയിലിലേക്ക് പ്രവേശിപ്പിച്ച PV അൻവർ അല്ല ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി, പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു പരിവേഷം അദ്ദേഹത്തിനുണ്ട്. കുറെ കൂടി കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പരിവേഷം അദ്ദേഹത്തിന് ഇതുവഴി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കുറച്ചുകൂടി വർദ്ധിച്ച വീര്യവുമായാണ് അദ്ദേഹം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും ഈ ആദിവാസിയെ ആന ചവിട്ടിക്കൊന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനു മുൻപ് മാത്രമല്ല, ഇന്നലെ അൻവർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പുറത്തിറങ്ങിയിട്ട് മോചിതനായിട്ട് ബാക്കി പറയാം എന്ന ഒരു മുന്നറിയിപ്പ് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ 9 മണിയോടുകൂടി എങ്കിലും അൻവറിന്റെ മോചനം സാധ്യമാകുമെന്ന് വിജയൻ പറയുന്നു. അതിനുശേഷം നമ്മളൊരു അൻവർ ഷോ കാണേണ്ടി വരുമോ രാത്രി വരെ? തീർച്ചയായും അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇതിന് സമാന്തരമായി, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു തയ്യാറെടുപ്പായി നിലമ്പൂരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അൻവറിനെ ഇവിടെ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇന്നലെ അൻവർ ഈ ജയിലിൽ കഴിയുന്നതോടൊപ്പം, അതായത് ജയിലിലേക്കാണ് എന്ന് ഉറപ്പ് വന്നതോടൊപ്പമാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ജയിലിൽ മോചിതനാകുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? ഇതിന് പ്രതികാരമാണോ വീട്ടാൻ വേണ്ടി പോകുന്നത്? അത്രമാത്രം എന്താണ് ഒരു പദ്ധതി ഉണ്ടായിരിക്കുന്നത്? അത് ആർക്കെതിരെയാണ്? യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെയാണോ, P ശശിക്കെതിരെയാണോ, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ മുതൽ തന്നെ വിമർശനം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണോ, MR അജിത് കുമാർ, സുനിൽദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണോ എന്നെല്ലാം തന്നെ അതിൽ വ്യക്തമാകാനുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഇത്തരത്തിലൊരു പോരാട്ടം നടത്തി. ആ പോരാട്ടം അതൊരു ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം അദ്ദേഹം ഒറ്റ ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. അത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ വിജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു വലിയ ഷോയ്ക്ക് ഒരുങ്ങുകയാണ്, ഒരു ഗ്രാൻഡ് ഷോയ്ക്ക് ഒരുങ്ങുകയാണ്. അൻവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും വിജയനിലേക്ക് വരാം. അവിടെ പാർട്ടി പ്രവർത്തകർ മാലയും പടക്കവും ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണത്. ശ്രീ M ജയചന്ദ്രൻ, ഇതൊരു ബൂമറാങ് ആയി പോയില്ലേ? നമുക്കറിയാം, PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അത് വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പിന്മാറ്റം, ചേലക്കര തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുടെ മോശം പ്രകടനം, അതിനുശേഷം വിവിധ പാർട്ടികളിൽ ചേരാൻ അദ്ദേഹം പരിശ്രമിച്ചത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഹീറോ ആയിരുന്ന അൻവർ സീറോ ആയിക്കൊണ്ടിരിക്കെ അതൊന്നും പറ്റില്ല. അൻവർ ഹീറോ ആയി തന്നെ നിൽക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി പിണറായി വിജയന്റെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞ് സമാശ്വസിക്കട്ടെ അഭിലാഷ്. അതിനവർക്ക് അവകാശമുണ്ടല്ലോ. പക്ഷേ പിന്നെ ഇതിൽ അൻവർ തന്നെ പറയുന്നത്
പിണറായി, പി ശശി എന്നിവർ എടുത്ത തീരുമാനമാണ്. പിണറായിയുടെ അപ്പനും വരെ പറഞ്ഞു, പിന്നെ ADGP പറഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? താങ്കൾക്ക് സംശയമില്ലല്ലോ, എനിക്ക് സംശയമില്ല. ADGP ലോ ആൻഡ് ഓർഡർ അറിയാതൊന്നും ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കില്ല, പറഞ്ഞ നേതൃത്വം അറിയാതെയും തീരുമാനിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ പറ്റില്ല അഭിലാഷേ, അവിടെയാണ് പ്രശ്നം. 2 നോൺ ബെയിലബിൾ കേസാണല്ലോ ചാർജ് ചെയ്തത്. ആ നോൺ ബെയിലബിളായിട്ട് ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് മുതൽ, ഇന്നലെ ഈ സംഭവം നടന്ന് ഇന്ന് മുതൽ ആർക്കും സംസ്ഥാനത്ത് എവിടെയും ഇത്തരത്തിലുള്ള ഏത് പ്രതിഷേധവും സംഘടിപ്പിക്കാം. അതിൻ്റെ പേരിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വനം വകുപ്പിൻ്റെ ഓഫീസ് അടിച്ചു തകർക്കാം, ഉദ്യോഗസ്ഥനെ കായികമായി കയ്യേറ്റം ചെയ്യാം, ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർക്കാം. അപ്പോൾ PDPP ആക്ട് വരും, മറ്റേതിന് ഡ്യൂട്ടിയുള്ള വ്യക്തി അതൊക്കെ വരും. അത്രയേ ഉള്ളൂ. എല്ലാ നിലയിലേക്ക് മാറാൻ കഴിയില്ലല്ലോ. ഉണ്ട് എന്നതിന്റെ കണക്കെടുത്താൽ മതി. നമ്മുടെ നിയമസഭയിൽ ഒരിക്കൽ പോലും PDPP ആക്ട് ചുമത്തപ്പെടാത്ത പൊതുപ്രവർത്തകർ, സാമാജികർ എത്രയുണ്ടെന്നതിന്റെ കണക്കെടുത്താൽ മതി. പൊതുമുതൽ നശീകരണം, ഇപ്പോൾ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ ഒക്കെ അടക്കം പേരിൽ പൊതുപ്രവർത്തകർക്കെതിരെ ഉയരുന്ന സംഗതിയാണ്, ചാർജ് ചെയ്യപ്പെടുന്ന വകുപ്പാണ്. ഇതിപ്പോ ഈ അർദ്ധരാത്രിയിൽ വലിയ സന്നാഹം, വീട് വളഞ്ഞ് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ദിവസമെങ്കിലും, ഒരു രാത്രിയെങ്കിലും അകത്ത് അഴി എണ്ണിച്ചിരിക്കുമെന്ന ഒരു പ്രതികാര ബുദ്ധി വിജയിച്ചിരിക്കാം. പക്ഷെ അത് അൻവറിന് ഉണ്ടാക്കി കൊടുക്കുന്ന ബൂസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പൊതുപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ ജയിലിൽ കഴിയുന്നത് ഒരു തരത്തിലുള്ള ബന്ധനമല്ല, അത് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് ജയിലിൽ കഴിയുന്ന ദിവസങ്ങൾ അയാളുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെന്തിനാണ് ആഭ്യന്തര വകുപ്പ് ഇത്ര യത്നപ്പെടുന്നതെന്നാണ് എന്റെ ചോദ്യം, എന്റെ സംശയം. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ് അഭിലാഷ്. അത് ഇതിൻ്റെ അകത്ത് അൻവറിന് എത്ര മൈലേജ് കിട്ടുന്നു, അൻവറിനെ ആരൊക്കെ ചേർന്ന് ഹീറോ ആക്കുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി ആയിട്ടുള്ള കാര്യം പിന്നെ നിയമവാഴ്ച ഇവിടെ ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരം കാര്യത്തിൽ അൻവർ MLA ആയതുകൊണ്ട് മാത്രം അത്തരം പ്രിവിലേജുകൾ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത്തരം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചെയ്യാൻ ഒരു MLAക്കും അവകാശം കൊടുത്തുകൂടാ. അവിടെ നിയമത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രാഥമികമായിട്ടെങ്കിലും ചെയ്തേ മതിയാവൂ. അതിനെ അൻവറിന് കൊട്ടുന്ന മൈലേജായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം എന്നുള്ളതേ ഉള്ളൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ നിയമാനുസൃതം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ഇപ്പോൾ പിന്നെ അദ്ദേഹം അതിന് വഴങ്ങുന്നു, വീണ്ടും തുടർന്നും അതിന് വഴങ്ങുന്നു എന്നുള്ള തെളിവെന്താണുള്ളത്? ഇന്ന് ജാമ്യം എടുക്കാൻ ചെല്ലുമ്പോഴേക്ക് പിന്നെ PWD എഞ്ചിനീയറാണ് പിന്നെ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ കണക്ക് എത്രയാണെന്നുള്ള പ്രാഥമിക കണക്ക് കോടതിയിൽ ബോധിപ്പിക്കുന്നത്. അതാണ് 35,000. അത് അടച്ചില്ലെങ്കിൽ വീണ്ടും അകത്ത് തന്നെ ഇരിക്കണം, വീണ്ടും ജയിലിൽ തന്നെ ഇരിക്കണം. പക്ഷേ അദ്ദേഹം അത് അങ്ങനെ ഇരിക്കാനല്ലോ തയ്യാറായത്. തുക അടച്ച് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കെട്ടിവെച്ചില്ലെങ്കിലോ 50,000 കാര്യമല്ല അഭിലാഷ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് 35,000 എന്നുള്ള പൊതുമുതൽ നശിപ്പിച്ചത്. 3 ലക്ഷമാണ് പൊതുമുതൽ നശിപ്പിച്ചതെങ്കിൽ 3 ലക്ഷം കെട്ടിവെക്കണം. അതാണ് ഇപ്പോഴത്തെ രീതി എത്രയോ കാലമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതാണെന്നേ. ഞാൻ പറഞ്ഞത് അത് ആ ഉദ്യോഗസ്ഥൻ അസസ് ചെയ്ത തുക എത്രയാണോ അത് കോടതി പറയും കെട്ടിവെക്കാൻ. അത് കെട്ടിവെക്കുന്നില്ലെങ്കിൽ അൻവറിന് വീണ്ടും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം അതല്ല ചെയ്തത്, കെട്ടിവെച്ച് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. തൻ്റെ പ്രതിഷേധം തുടരുമെന്നും പറയുന്നു. പ്രതിഷേധം തുടരാം, കേസും തുടരും. അതാണ് അവസ്ഥ. അപ്പോൾ അവിടെ നിലവിൽ അൻവർ ചെയ്ത അട്രോസിറ്റി ആ തരത്തിൽ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ജാമ്യമില്ലാ കുറ്റം ചെയ്തു, അതിന് ജയിലിലായി, ജാമ്യം എടുത്ത് പുറത്തു വന്നു. ഇനി അദ്ദേഹത്തിന് പ്രതിഷേധം തുടരും, കേസും തുടരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അൻവറിന് ആലോചനയില്ലാത്തവരല്ലോ ഭരണകൂടം. കോർഡിനേറ്റർ ശ്രീ മനോജ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ മനോജ് കുമാർ, വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് കോടതിയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ PDPP ആക്ട് ചുമത്തപ്പെട്ട കേസുകളിൽ എത്രയാണോ ആ നഷ്ടം കെട്ടിവെച്ചാൽ ബെയിൽ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമമാണ്. അത് ഇതുവരെ അനുവർത്തിക്കുന്ന നടപടിക്രമവുമാണ്. PDPP ആക്ട് ചുമത്തപ്പെടുന്ന എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് നടക്കാറ്. അതുകൊണ്ട് അൻവറിന് ജാമ്യം കിട്ടിയത് രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടമായി അവകാശപ്പെടാൻ പറ്റില്ല. അയ്യോ, ഞങ്ങളിത് രാഷ്ട്രീയ നേട്ടമായിട്ടല്ല അവകാശപ്പെട്ടത്. അത് ഇതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികം ഉണ്ടോന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഒരു പൊതുസമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് അനുദിനം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം. മാതൃഭൂമിയുടെ തന്നെ ഒരു പ്രമുഖനായ പത്രപ്രവർത്തകൻ എടുത്ത വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ 2016 മുതൽ 2024 ജൂൺ മാസം വരെയുള്ള കണക്കനുസരിച്ച് 936 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ
നഷ്ടപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പുതിയ വന നിയമ ഭേദഗതിക്കെതിരെയുള്ള ഞങ്ങളുടെ വാഹന പ്രചരണ ജാഥ 3, 4, 5 തീയതികളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കവെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് വയനാട്ടിൽ ഒരു ആദിവാസി യുവാവിനെ നമ്മുടെ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആദിവാസി യുവാവിനെ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അല്ലല്ല, അത് മനോജ് കുമാർ, കേരളത്തിലെ ഈ സമീപകാലത്തെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അതിന്റെ ഇരകൾ, അതിന്റെ പരിഹാരം, ഇത് കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. ആ വിഷയത്തിന്റെ തീവ്രതയിൽ ഒന്നും യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈ അറസ്റ്റ്, ജയിൽവാസം തുടങ്ങിയവ നമുക്ക് രാഷ്ട്രീയമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇപ്പോ PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പരീക്ഷണം നടത്തുകയും ഇതുവരെ അത് വലിയ വിജയങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇത് പൊളിറ്റിക്കലി ഒരു അൻവറിന് മൈലേജ് കിട്ടുന്ന ഒരു കാര്യമായി വരുമെന്ന പ്രതീക്ഷ സ്വാഭാവികമായും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക്, താങ്കൾക്കടക്കം ഉണ്ടാകും. പക്ഷേ ഈ ജാമ്യം കിട്ടി എന്നുള്ള സാങ്കേതികത്വം അതിന് സാധൂകരണമാകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇത് ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ആക്കിയിട്ടില്ല. രണ്ടാമത്, ഞങ്ങൾ നടത്തിയ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ബൂത്തിൽ ആവറേജ് 22 വോട്ട് വീതം ഞങ്ങൾക്ക് ചേലക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നേടാനായി. അതുകൊണ്ട് സംഘടനാ തലത്തിൽ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾ ഒരു ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് ഒരു ജനകീയ പ്രക്ഷോഭമാണ് നടത്തിയത്. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ മുന്നേറ്റം മാത്രമല്ല, ഒരു ജനകീയ പ്രശ്നം ഈ കേരളത്തിൽ ഏറ്റെടുക്കേണ്ടവർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വിഭാഗങ്ങളെയും സംഘടനകളെയും പറയുന്നില്ല, കാര്യമായി ഏറ്റെടുക്കാത്ത സന്ദർഭത്തിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടിക്ക് നല്ല സ്വീകരണം എല്ലാ ഭാഗത്തും ഉണ്ടായി. പല ആളുകളും പറയുന്നത് നിങ്ങളുടെ ജാഥ വലിയ പരാജയം ഏറ്റുവാങ്ങി, അതിൽ ജനപങ്കാളിത്തം തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയം വീണ് കിട്ടുകയും അക്രമത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ളതാണ്. ഈ വിഷയം ഉന്നയിക്കുന്നതിൽ തർക്കമില്ല. അതിന്റെ പേരിൽ ജാഥ നടത്തുന്നത്, അതിന്റെ പേരിൽ പ്രചരണം നടത്തുന്നത് ഒക്കെ ശരിയുമാണ്. പക്ഷേ DFO ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ നിയമം അനുസരിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. അതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇല്ല, അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിട്ടുള്ള സമരമായിരുന്നില്ല അത്. അവിടെ ഞങ്ങളുടെ പ്രതിഷേധ സൂചകമായി ഞങ്ങൾ നടത്തി വന്നിരുന്ന ഈ ജാഥ അവസാനിപ്പിച്ചു. DFOയെ കണ്ട് മണി എന്ന ആ ആദിവാസി യുവാവിന്, കുടുംബത്തിനെ സഹായിക്കാൻ എന്തെല്ലാം കഴിയും, അതിന് ഫോറസ്റ്റ് ഓഫീസിൽ പോയി അതിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കുറച്ചു നേരം അവിടെ കൂടെ വന്ന പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിച്ചു. അതിൽ ചില ആളുകൾ പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പം തുറന്നു കിടന്ന ഡോറിനോട് അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു വികാര വിക്ഷോഭങ്ങളുടെ ഭാഗമായി ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അത് ഖേദകരമാണ്, ഒരു തർക്കവുമില്ല. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംഭവിച്ചു പോയി. അതിന്റെ പേരിൽ തീർന്നില്ല. അതിന്റെ പേരിൽ ഒരു MLA ഈ അതിക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി എന്ന പേരിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള നീക്കമാണ്. ആ നീക്കത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശരി, ഓക്കെ, അങ്ങ് തുടരണം. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, PV അൻവറിന് നിരുപാധികമായ പിന്തുണയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഭരണകൂട ഭീകരതയാണ് എന്ന് UDFന്റെ നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ പറയുന്നുണ്ട്. അൻവറിന് പതുക്കെ UDF വാതിൽ തുറക്കുന്നതിന്റെ സൂചനയായി ഇത് കാണാമോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നേതാക്കന്മാരൊക്കെ പറഞ്ഞത് അത് UDF ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിലെ പ്രാമുഖ്യം നൽകിയത് അധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ വളരെ വർഷങ്ങളായി ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വിഷയമാണിത്. മലയോര മേഖലയിൽ വന്യജീവികളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം എന്ന് കർഷകർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിലവിലുള്ള നിയമത്തിൽ തന്നെ ഇളവ് വരുത്തണം എന്ന രീതിയിൽ വലിയ തോതിൽ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ കർക്കശമായ രീതിയിൽ പുതിയ ഒരു വനം ഭേദഗതി നിയമം വരുന്നത്. ആ നിയമം വരുന്നതോടുകൂടി സ്വാഭാവികമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആളുകളെ കസ്റ്റഡിയിലെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്കെതിരിൽ കേസെടുക്കാനും ഒക്കെ അധികാരം ലഭ്യമാകുന്ന വിധാനത്തിലേക്ക് ഉയരുകയാണ്. ഇത് വളരെ ഒരുപക്ഷെ അവർക്ക് ആരെയാണോ തോന്നുന്നത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാം എന്ന് മാത്രമല്ല, ഒരു പുഴയിൽ നിന്നും മത്സ്യം പിടിക്കാൻ പോലും അവിടെയുള്ള മനുഷ്യർക്ക് അവകാശമില്ലാത്ത, ആദിവാസിക്ക് പോലും അവകാശമില്ലാത്ത വിധം ഒരു നിയമം വരാൻ പോവുകയാണ്. ഈ നിയമം വരുന്നതിനിടയിലാണ് കേരളത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വനം നിയമ ഭേദഗതി
നിശ്ചിതമായ ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒരു കാര്യമാണ്, തർക്കമില്ല. നിയമനിർമ്മാണ സഭയിൽ അതിന്റെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുമാണ്. ഇപ്പോ സംസ്ഥാന സർക്കാർ വനം നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഇവിടെ DFOയുടെ ഓഫീസ് അടിച്ചു പൊളിച്ചിട്ട് കാര്യമുണ്ടോ? അതാണോ ചെയ്യേണ്ടത്? അല്ല, DFOയുടെ ഓഫീസ് അടിച്ചു പൊളിച്ചു എന്നതല്ലല്ലോ, ഒരു സമരം നടന്നു. ശരിയാണ്, കേരളത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിനിടയിൽ സ്വാഭാവികമായും അണികൾക്കിടയിൽ നിന്ന് ചില അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഞാനൊക്കെ നിയമസഭാ സാമാജികനായി നോക്കിയിരിക്കുമ്പോഴാണ് അത് തല്ലി തകർക്കുന്ന, ഒരിക്കലും തന്നെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. സ്പീക്കറുടെ ചെയറെടുത്ത് താഴേക്കിടുക, കമ്പ്യൂട്ടർ താഴേക്ക് വലിച്ചെറിയുക എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ചില മന്ത്രിമാർ ഡെസ്കിൽ കയറി നൃത്തം ചവിട്ടി അതടക്കം അടിച്ചു വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ അന്നുണ്ടായി. ഇങ്ങനെ വലിയ അതിക്രമം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് രാജ്യത്ത് മുഴുവൻ എല്ലാവരും കാണുകയുണ്ടായിട്ട് പോലും ആ അതിക്രമത്തിൽ പോലും ഒരു ഗവൺമെന്റ് എടുത്ത സമീപനം എന്താണ്? അന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഏതെങ്കിലും 5 MLA-മാർ ഇതിൽ പ്രതികളാണ്. ഏതെങ്കിലും MLA-മാരുടെ വീടുകളിലേക്ക് വലിയൊരു പോലീസ് സന്നാഹത്തെ അയച്ച് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി ആവിഷ്കരിച്ചിട്ടില്ല. കാരണം അവർ ചെയ്ത തെറ്റുണ്ട്, നിങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്, വളരെ ഗുരുതരമായ തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറയുന്ന രീതിയാണ് സ്വീകരിച്ചത്. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ. ഇത് ഏതോ ഒരു ഭീകരവാദിയെ പിടികൂടാൻ പോകുന്നത് പോലെ അർദ്ധരാത്രി വീട് നൂറുകണക്കിന് പോലീസുകാര് വളഞ്ഞ് ഒരു ജനപ്രതിനിധിയെ കൊണ്ടുവരുന്ന ആ കാഴ്ചയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കാരണം നമുക്കൊരു നിയമം, അവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാകണമെന്നോ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് അത് കേൾക്കാതെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി സ്വീകരിക്കുന്ന വെച്ചാൽ തകരാറില്ല. പക്ഷെ ഞങ്ങൾക്കെതിരായി ശബ്ദിക്കുന്നവർക്ക്, ഞങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നവർ, ഞങ്ങൾ രാജ്യത്ത് നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നടപ്പാക്കാൻ അതിനെതിരിൽ ഒരു പ്രതിഷേധം ഉയർത്തിയാൽ ആ പ്രതിഷേധത്തെ ഒക്കെ ഒരു ധിക്കാരത്തിന്റെ ഭാഷയിൽ അടിച്ചമർത്തും എന്ന് പറയുന്ന രീതിയോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത്. ആ വിയോജിപ്പാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഘടകകക്ഷികൾ പ്രകടിപ്പിച്ചതെന്നുള്ളതാണ്. ശ്രീ അടത്താണി പറഞ്ഞത്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇപ്പോ PV അൻവർ സ്വയം സങ്കല്പിക്കുന്നത് പിണറായി വിജയന്റെ എതിരാളിയാണ്, ഞാൻ എൻ്റെ എതിരാളി പിണറായി വിജയൻ എന്നുള്ളതാണ്. അങ്ങനെ പിണറായി വിജയനുമായ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ അൻവർ ശ്രമിക്കുന്നുണ്ട്. പിണറായിക്ക് ചുറ്റുമുള്ള ആളുകളെ, P ശശിയെ, റിയാസിനെയൊക്കെ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷ്യമിടുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിന് അത്ര വലിയ ട്രാക്ഷൻ സമീപകാലത്ത് കിട്ടിയിട്ടില്ല എന്ന ഒരു സാഹചര്യം നിൽക്കെ ഇപ്പോൾ അൻവറിനെ ഇതുപോലെ, ഇപ്പോൾ ശ്രീ രണ്ടത്താണി പറഞ്ഞതുപോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലകത്ത് ഇടുക എന്ന് പറയുന്നത് ശരിക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന നിലയിൽ ഗുണകരമായി വരുമോ? ഒരു രക്തസാക്ഷി പരിവേഷം PV അൻവറിന് കൊടുക്കുക എന്നുള്ളതല്ലാതെ എന്താണ് അതിന്റെ ഫലശ്രുതി? ഞാൻ പണ്ടേ അൻവർ ഈ കാണിക്കുന്ന മൊത്തം നാടകമാണ് എന്ന് വിശ്വസിച്ച് അഭിലാഷോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പങ്കെടുത്ത എല്ലാ ഡിസ്കഷനും പറഞ്ഞിട്ടുണ്ട്. കാരണം അൻവർ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തു നിന്ന് മാറി വേറൊരു പാർട്ടിയായി പോയാൽ അതിൻ്റെ നഷ്ടം ആർക്കാണ്? അതിൻ്റെ നഷ്ടം ഒരിക്കലും ഇടതുപക്ഷത്തിന് വരാൻ പോകുന്നില്ല. കാരണം അവിടെ ഏറ്റവും കൂടുതൽ അൻവർ അവിടെ റേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ എന്താണ്? കള്ളക്കടത്തിൻ്റെ വിഷയം. അൻവർ റേസ് ചെയ്ത വിഷയങ്ങൾ കേട്ടാൽ മലപ്പുറം, കോഴിക്കോട്, കൊടുവള്ളി മേഖല മൊത്തം മുസ്ലിങ്ങൾ കള്ളക്കടത്ത് തരാം. ഈ രീതിയിൽ അപ്പം ഓൾറെഡി കേരളത്തിൽ ചിലർ ബോധ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തോന്നലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഞങ്ങളെയൊക്കെ ഭാഗത്തുള്ള മുസ്ലിംസ്, എസ്പെഷ്യലി ഞാൻ കൊടുവള്ളിൻ്റെ അടുത്ത് വരുന്നതാണല്ലോ, മൊത്തം കള്ളക്കടത്തരാണ്. ഏതൊക്കെ ഒരു പാവം ഗൾഫിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കി വന്നാൽ അയാൾ കള്ളക്കടത്തുകാരനാണ്, അങ്ങനെ ഉണ്ടാക്കി കാശാണെന്നുള്ളത്. സത്യത്തിൽ ഈ അൻവർ ഈ വിഷയത്തിൽ അത് വാർത്താ സമ്മേളനത്തിൽ മൊത്തം ആ ഇമേജിനെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യുക? അൻവർ UDFിൻ്റെ കൂടെ അല്ലാതെ മാറി വേറെ ഒരു പാർട്ടി ആയിട്ട് അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായതിന്റെ ഗുണം ഉണ്ടാകാൻ പോകുന്നവർക്ക് അല്ല. ഇനിയിപ്പോ അൻവർ വേറൊരു പാർട്ടിയായി നിൽക്കണ്ടല്ലോ. അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃത്വവുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു ഇതിനോടകം. അദ്ദേഹത്തിന് ഇവിടെ VD സതീശന്റെ എതിർപ്പാണ് ഇപ്പോൾ വിലങ്ങുതടിയായിട്ടുള്ളത്. K സുധാകരന്റെ പഴയ ശിഷ്യനാണ് PV അൻവർ. K സുധാകരൻ ഇപ്പോഴും അൻവറിനോട് ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ പുതിയ സംഭവ വികാസം ഞാൻ പറയുന്നത് കോൺഗ്രസിലേക്കുള്ള വാതിൽ തുറന്നിടുകയാണ്. അടുത്ത നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരുപക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇടയുള്ള ആളാണ് PV അൻവർ. ആയിക്കോട്ടെ, പ്ലാൻ B. അങ്ങനെ അൻവർ കോൺഗ്രസിന്റെ കൂടെ അങ്ങ് നിന്നു UDFിന്റെ കൂടെ എന്ത് സംഭവിക്കും? അപ്പുറത്ത് ഈ അൻവറിനെ പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ഫീലാണ്. കള്ളക്കടത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ കള്ളക്കടത്തിലൂടെയൊക്കെ പൈസക്കാരായിട്ടുള്ള മുസ്ലിംസിൻ്റെ ഒരു സംഭവമാണ് ഈ പറയുന്ന UDF. കുഞ്ഞുമാണി, എന്തായാലും കുഞ്ഞാലിക്കുട്ടി, ഇങ്ങനെ സംഭവമായിരുന്നല്ലോ കഴിഞ്ഞ ഇലക്ഷൻ. കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി ഒരാളെ പേരും കൂടി പറഞ്ഞായിരുന്നു.
ഈ രീതിയിൽ ഒരു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി അത് പണ്ട് DS പറഞ്ഞു. കഴിഞ്ഞ തവണ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി അമീർ ഹസൻ. അതിന്റെ വേറൊരു രൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാം, ഹിന്ദു വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. BJPക്ക് ഇവിടെ അടുത്താണ് അധികാരത്തിൽ തന്നെ ഒരു നിർബന്ധമില്ല, അവർക്ക് 10 സീറ്റ് കിട്ടിയാൽ മതി, അവർക്കൊരു 10 സീറ്റ് കിട്ടിയാൽ മതി. ഫലത്തിൽ ഈ അൻവറിനെ കൊണ്ട് ദോഷം ഉണ്ടാകാൻ പോകുന്നത് LDFനല്ല, അൻവറിനെ കൊണ്ട് ഡയറക്റ്റ്ലി ഓ ഇൻഡയറക്റ്റ്ലി ദോഷം ഉണ്ടാകാൻ പോകുന്നത് UDFനാണ്, അതിന്റെ ഗുണം ഉണ്ടാകുന്നത് LDFനുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അൻവറിന്റെ ഈ ഒരു കളി ഒരു നാടകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അൻവർ എപ്പോഴും ചെയ്തെന്താ, സ്പെക്ടക്കിൾസ് ഉണ്ടാക്കുക. ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി 2 കുറ്റം പറയുക, റിയാസിനെ 2 കുറ്റം പറയുക, ഇത് സ്പെക്ടക്കിൾസ് ഉണ്ടാക്കുക. അവസാനം തെളിവ് കാണിച്ചാൽ ഈ ദിലീപ് കേസിനും മറ്റേ അയാൾ കാണിച്ച തെളിവ് പോലെയാണ്, കഷ്ണം പോയും തെളിവ്, കാര്യം അതിലൊന്നുമില്ലല്ലോ, വ്യക്തമായിട്ട് ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന തെളിവുകളൊന്നുമില്ല. ആ രീതിയിലുള്ള തെളിവുകളാണ് തെളിവ് ഇല്ല സംബന്ധിച്ചു ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. ഒന്ന്, കേരളം പൊതുവെ ഫക്രുദ്ദീൻ ഭരണവിരുദ്ധ വികാരത്തിന് നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്. ഏത് മുന്നണി പിടിച്ചാലും കേരളത്തിന്റെ മൈൻഡ് ആന്റി ഇൻകംബൻസി ആണ്. പിണറായി കേസ് ഉണ്ടോ? അത് ഇല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ വരില്ലല്ലോ. ലോക്സഭ ആന്റി BJP വോട്ട് കോൺഗ്രസ് അനുകൂലമായി. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 നോക്കൂ, ഇന്നലെ ഇപ്പൊ ഈ വിഷയത്തിന് സാമുദായിക ബന്ധമൊന്നുമില്ല, ഇത് വന്യജീവി വിഷയമാണ്. അവിടെയും ഇതാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പിണറായി വിജയന്റെ സമീപനമാണ് ഇത് കണ്ടത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കളോടൊക്കെ ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് ഇന്നലെ അൻവർ പാതിരാത്രി പറഞ്ഞത് കേട്ടല്ലോ. അപ്പോ ഇപ്പോഴത്തെ ഇടതുപക്ഷം പിണറായി വിജയൻ ആന്റി മുസ്ലിം ആണ് എന്ന വളരെ ശക്തമായ നറേറ്റീവ് മലബാറിൽ പുഷ് ചെയ്താൽ നോക്കും, മലബാറിൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളുണ്ട് ഫക്രുദ്ദീൻ. അവിടെ മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി മിന്നുന്ന വിജയം നേടിയാണ്. കോഴിക്കോടൊക്കെ മുസ്ലിം ലീഗ് 1-2 ഒരു സീറ്റിലേക്കൊക്കെ ഒതുക്കപ്പെടുന്നത് പോലും നമ്മൾ കണ്ടതാണ്. ആ മേഖലയിൽ ഇങ്ങനെ ആന്റി മുസ്ലിം ആണ് കേരളത്തിലെ ഇടതുമുന്നണി എന്ന് വരുത്തി തീർക്കാൻ ഒരു നറേറ്റീവ് പുഷ് ചെയ്യാൻ അൻവറിന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് UDFന് നഷ്ടമാവുക? അത് നേട്ടമല്ലേ? അത് ഒന്ന് എത്രത്തോളം ആളുകൾ അത് എടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. കാരണം പിണറായി വിജയന്റെ ഹിസ്റ്ററിയും അല്ലാതെ മുസ്ലിംസിന്റെ ഒരുവിധം നന്നായിട്ട് അറിയാം. രണ്ടാമത് CPM-ൽ ഇപ്പം മന്ത്രിസഭയിൽ രണ്ടാമനൊന്നും ഇല്ലെങ്കിൽ പോലും റിയാസ് രണ്ടാമൻ എന്നുള്ളൊരു ഫീലുണ്ട്. സ്വാഭാവികമായിട്ടും നാളെ റിയാസ് മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ള ഫീലുണ്ട്. ഞാൻ പാർട്ടിക്കാരുടെ കാര്യമല്ല പറയുന്നത്, പാർട്ടി തലത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഗോവിന്ദ മാഷിനാണ് സാധ്യത. പക്ഷെ അങ്ങനെ ഒരു ഫീലുണ്ട്. ആ സ്വാഭാവിക ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുസ്ലിംസ് അൻവർ പറയുന്നത് പിന്നെ എന്താണ് അപ്പാടെ വീങ്ങുമെന്ന് കരുതണ്ട. 2, ഇനി അങ്ങനെ ഒരു മുസ്ലിം കൺസൾട്ടേഷൻ വന്നാൽ പണ്ടത്തെ BJP അല്ല, ഇപ്പോഴത്തെ BJPക്ക് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വോട്ടുണ്ട്. മലപ്പുറം വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവർക്കുണ്ട്. അവർ വോട്ട് മാറ്റി ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോഴും ആന്റി മുസ്ലിം തന്നെയാണ് BJPയുടെ ഒരു പൊളിറ്റിക്സ്, അതിന് മാറ്റം വന്നിട്ടില്ല. RSSന്റെ നിലപാടുകളും മയം വരുന്നുണ്ട്, ഇൻക്ലൂസീവ് ആകാൻ ശ്രമിക്കുന്നുണ്ടോ ശരി, പക്ഷേ BJPയുടെ നിലപാട് ഇപ്പോഴും ആന്റി മുസ്ലിം തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവരങ്ങനെ അങ്ങനെ കൃത്യമായി കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് മാറ്റാനുള്ള ശേഷി ഇന്ന് BJPക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാവുമെന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. അൻവറിനെ കൊണ്ട് ആർക്ക് ഗുണം ആർക്ക് നേട്ടം എന്നുള്ളത് ചർച്ച ചെയ്യാം. ശ്രീ അലക്സ് ഒഴുകയിൽ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ വന്യജീവി സംഘർഷം നമ്മുടെ ഒരു മുഖ്യ വ്യവഹാര വിഷയമാണ്. ഇപ്പോൾ പുതിയ വനം നിയമ ഭേദഗതി കൂടി വരുന്നത് മലയോര മനുഷ്യരെ സംബന്ധിച്ച്, മലയോരങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് വനം മന്ത്രി നിസ്സാരവൽക്കരിക്കുന്നു, സർക്കാർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന പരാതി ആ ക്വാർട്ടറിൽ നിന്നുണ്ടാനും. അതിനിടയ്ക്കാണ് അൻവർ ഇങ്ങനെ ഒരു സമരം നടത്തുകയും അറസ്റ്റ് വരിക്കുകയും ഒക്കെ ചെയ്തത്. ഇത് ഈ കോസിന്, ഈ വിഷയത്തിന് ഒരു ഊർജം പകരുമോ, അതോ അൻവറിന് വ്യക്തിപരമായി നേട്ടമുണ്ടാവുന്ന വിധത്തിലേക്ക് പോകുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? കിഫ എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തിൽ, ഈ വന്യമൃഗശല്യം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് കിഫ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ പിന്തുണയോ അഭിവാദ്യം അർപ്പിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തികളും സംഘടനകളും എടുക്കുന്ന നിലപാടുകൾക്കാണ്. ഈ വിഷയത്തിൽ ഇത്രയും എന്താണ് ഇവരെടുത്ത നിലപാട്? ഇപ്പൊ PV അൻവർ എന്ന വ്യക്തി തന്നെ 4 വർഷമായിട്ട് അദ്ദേഹം LDFന്റെ കൂടെയാണ്. LDFിലായിരുന്നപ്പോൾ അൻവർ എന്ത് നിലപാടെടുത്തു? LDFിൽ നിന്ന് പുറത്തേക്ക് വരികയും UDFിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഒരു കർഷക പ്രേമമാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. നിലവിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം UDFിലേക്കുള്ള കയറാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്താണെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിലെ മലയോര മേഖലയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാതെ ഇനി മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ അവരത് തികഞ്ഞ സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന്റെ കളങ്ങൾക്കുള്ളിൽ തളച്ചിട്ടുകൊണ്ട് ഇതിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഇഷ്യൂവും ഇതിന്റെ യഥാർത്ഥ സൊല്യൂഷനിലേക്ക് പോവാതെ വെറും കക്ഷി രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അക്രമത്തിന്റെ പാത. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ DFO ഓഫീസ് അടിച്ചു തകർക്കുക,
അതിക്രമം കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത് വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള ഒരു മതത്തിന്റെ ആംഗിള് അദ്ദേഹം അത് എന്താണ്, ഇതിലേക്ക് മതം വലിച്ചിടേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഞങ്ങൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായിട്ട് കർഷകൻ ഒറ്റ വികാരത്തിൽ മനുഷ്യന്റെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. അതിൽ പി വി അൻവർ ഇതിൽ മതത്തിന്റെ ആംഗിൾ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു പ്രത്യേക മതത്തെ സർക്കാർ ടാർഗറ്റ് ചെയ്യാണ്, അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ മതം കയറ്റി ഇതിന്റെ ഗൗരവം നശിപ്പിച്ച് കളയരുതെന്നാണ് എനിക്ക് പി വി അൻവറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുമുതൽ നശീകരണത്തിന് കേസെടുക്കപ്പെടുക എന്നുള്ളത് കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമൊന്നുമല്ല. MLA-മാരോ സീനിയർ പൊതുപ്രവർത്തകരോ ഒക്കെയാണ് പ്രതികളെങ്കിൽ പോലീസ് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ എടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യും. അവർ അറസ്റ്റ് വരിക്കുക, സ്റ്റേഷനിലെത്തുക തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ MLA-യോട് അക്കാര്യം പോലീസിന് ആവശ്യപ്പെടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്ത് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളത് ആരുടെ നിർബന്ധമായിരുന്നു? രാത്രിയിൽ ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രമല്ല നല്ല പഞ്ച് ഡയലോഗ് പറയാനുള്ള അവസരം. ഇപ്പൊ PV അൻവറിന്റെ ലോഞ്ച് പാടാക്കി ഈ ഇൻസിഡന്റിനെ മാറ്റണം എന്ന് ആർക്കായിരുന്നു നിർബന്ധം? അല്ല, ഞാൻ ആദ്യമേ അഭിലാഷെ പറഞ്ഞല്ലോ, ഇത് സർക്കാർ ആലോചിച്ചിട്ട് തന്നെയാണെന്ന് ചെയ്തത്. ആലോചിക്കാതെ ഏതെങ്കിലും DYSP ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നതാണെന്ന് ആരും കരുതേണ്ടതില്ല. അതെന്തിനാണ് അങ്ങനെ കരുതുന്നത്? ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വന്നാൽ, പിന്നെ കഴിഞ്ഞ വർഷം അൻവർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. പ്രത്യേകിച്ചും സെപ്റ്റംബർ 4-ാം തീയതി തുടങ്ങിയ ഒരു യുദ്ധം, ഗവൺമെൻറ്റിനെതിരെ, മലപ്പുറത്തെ കാര്യങ്ങൾക്കെതിരെ ഒക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ 13-ന് അതിനിടയ്ക്ക് ഗോവിന്ദ മാഷ് പരാതി കൊടുക്കുന്നുണ്ട്. 13-ാം തീയതി ഗോവിന്ദ മാഷെ കാണുന്നു. ഇടയ്ക്ക് ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നു. ലൈവായിട്ട് നിരന്തരം അൻവർ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു, ഓരോ ദിവസവും വിവിധ മാധ്യമങ്ങളിലായി. 13-ാം തീയതി അദ്ദേഹം ഗോവിന്ദ മാഷെ കണ്ട ശേഷം ഒരു പ്രസ്താവന നടത്തുന്നു. എനിക്കിനി വിശ്വാസമില്ല ഈ അന്വേഷണങ്ങളിലൊന്നും, അതുകൊണ്ട് ഞാനിനി നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എന്ന് അൻവർ എല്ലാ മാധ്യമങ്ങളിലും ആയിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് പറയുകയാണ്. മുഴുവൻ മാധ്യമങ്ങളും, ഇലക്ട്രോണിക് മീഡിയ അന്നും പ്രിന്റ് മീഡിയ പിറ്റേ ദിവസവുമായി നിരവധി വാർത്താ തലവാചകങ്ങളും ഉപകഥകളും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇത്രയും മാസമായില്ലേ അഭിലാഷെ? ഏത് കോടതിയിലാണ്, ഏത് ഹൈക്കോടതിയിലാണ് പോയത്? കേരള ഹൈക്കോടതിയിലാണല്ലോ പോകേണ്ടത്. എന്താണ് പിന്നെ ഒരു മാധ്യമപ്രവർത്തകനും അല്ലെങ്കിൽ ഒരു മീഡിയ ഹൗസിൽ ആരെങ്കിലും ഒരാളോ, ഈവൻ അഭിലാഷ് അടക്കമുള്ള ആൾക്കാരും ചോദിച്ചില്ലല്ലോ, എന്താണ് നിങ്ങൾ മിസ്റ്റർ അൻവർ ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിനെതിരെ കേസിന് പോകുന്നു, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളുടെ പേരിൽ കേസിന് പോകുന്നു എന്നിട്ട് ഇതുവരെ പോയി കണ്ടില്ലല്ലോ? പോയില്ല. പോയാൽ അവിടെ പിന്നെ സോളിഡായിട്ടൊരു സാധനവും കൊടുക്കാനില്ല. വാർത്താ സമ്മേളനം വിളിച്ചാൽ എന്തും പറയാം. അതുപോലല്ലോ കോടതിയിൽ പോകുന്നത്. അത് കഴിഞ്ഞാണ് വനനിയമ ഭേദഗതിയുടെ ഡ്രാഫ്റ്റ് ഇപ്പോൾ പിന്നെ നമുക്ക് അവൈലബിൾ ആണല്ലോ അഭിലാഷെ, നെറ്റിൽ നോക്കിയാൽ കിട്ടുമല്ലോ, പബ്ലിക് ഡൊമൈനിൽ കിട്ടുമല്ലോ. ആ വനനിയമ ഭേദഗതിയുടെ ഡ്രാഫ്റ്റ് വെച്ചുകൊണ്ടാണോ പിന്നെ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടത്? ഒരു MLA, അദ്ദേഹം മുൻപ് LDF-ലായിരുന്നു, ഇപ്പോൾ LDF-ലും UDF-ലും എല്ലാം നിൽക്കട്ടെ, ഒരു MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ, നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയാണല്ലോ ഇപ്പോഴും. അദ്ദേഹം പിന്നെ ഒരു കരടിനെതിരെയാണോ സമരം ചെയ്യേണ്ടത്? കരട് ഇനി നിയമസഭയിൽ അവതരിപ്പിക്കും. 17-ാം തീയതി തുടങ്ങുന്നുണ്ടല്ലോ, മാർച്ച് വരെ ഉണ്ടല്ലോ നിയമസഭാ സമ്മേളനം. ആ സമ്മേളനത്തിന് അവതരിപ്പിക്കുമ്പോൾ ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകും. അത്തരം നടപടികളിലൂടെയൊക്കെ കടന്നാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്നത്തെ സമരത്തിനെ സംബന്ധിച്ച് തന്നെ രണ്ടത്താണി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതുകൂടെ ഈ വനം നിയമ ഭേദഗതിയുടെ നെല്ലും പതിരും തിരിയേണ്ടത് നിയമസഭയിലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത് അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ഇപ്പോ വനം നിയമ ഭേദഗതിയെ കുറിച്ച് ഇപ്പോ DFO ഓഫീസ് തകർത്തൊരു സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഇപ്പോ ഈ 2 ദിവസങ്ങളായി അൻവറിന് കിട്ടുന്ന എയർ ടൈം, അദ്ദേഹത്തിന് കിട്ടുന്ന ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. അൻവറിന്റെ ജയിലിന് പുറത്തേക്കുള്ള വരവ് കാത്ത അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ മാലയിടും, ഹർഷാരവം ഉണ്ടാവും, അൻവറിന്റെ പഞ്ച് ഡയലോഗ് നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോ അൻവർ നോക്കൂ, അൻവർ ഇന്ത്യ മഹാരാജ്യത്തിന് ചർച്ച നടത്താൻ ജാർഖണ്ഡ് മുക്തി മോർച്ച MDMK മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പാർട്ടികളുമായും ചർച്ച നടത്തി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പാലം കൊണ്ടുപോയി ഇട്ടുകൊടുക്കുന്നതെന്ന്. അല്ലെന്നേ, ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നതും അടിസ്ഥാനരഹിതവും അർത്ഥശൂന്യവുമായ
വെറും സമയം ചെലവഴിക്കൽ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ബഹുജനങ്ങൾക്ക്, കേരളത്തിലെ ബഹുജനങ്ങൾക്ക് സംശയമേ ഇല്ല. UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് അൻവറിനെ ഇപ്പോഴും അക്നോളജ് ചെയ്യാൻ പോലും വഴങ്ങാത്തത്? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധങ്ങളും ഇല്ലാത്തതുകൊണ്ടാണോ? മറ്റാരേക്കാളും തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ആളായിട്ടാണ് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും, ഞാൻ പ്രത്യേകിച്ചും VD സതീശനെ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്താണ് അക്നോളജ് ചെയ്യാൻ പോലും തയ്യാറാവാത്തത്? അദ്ദേഹത്തിന് അറിയാം എന്താണ് ഈ വ്യക്തി എന്നുള്ള സ്റ്റഫ് എന്താണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തയ്യാറാവാത്തത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ അൻവർ എന്തെങ്കിലും മൈലേജ് കിട്ടും എന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു ഇഷ്യൂവിൽ പബ്ലിക് അറ്റൻഷനും മാസ് അറ്റൻഷനും കിട്ടും. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികതയുടെ ദൈർഘ്യം അല്ലെങ്കിൽ ആയുസ് എത്ര നാൾ അല്ലെങ്കിൽ എത്ര മണിക്കൂർ എന്ന് മാത്രമേ നിർണ്ണയിക്കാനുള്ളൂ അഭിലാഷേ. അതിനപ്പുറത്തേക്കൊന്നും ഈ സംഭവം കൊണ്ട് അൻവറിന് യാതൊരു മൈലേജും കിട്ടാൻ പോകുന്നില്ല. പരമാർത്ഥമായ കാര്യം അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ തുടർച്ചയായി PV അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ, അതിനുശേഷം അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയ പൊതുയോഗം, അതിനുശേഷം കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ പൊതുയോഗം, ഇതൊക്കെ ഇതുപോലെ തന്നെ വലിയ ഹൈപ്പിലായിരുന്നു. ടെലിവിഷനുകൾ മുഴുവൻ സമയവും തത്സമയം സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ കാര്യം നമുക്കറിയാമല്ലോ. PV അൻവർ എന്ന വ്യക്തിക്ക് സ്വന്തം നിലയ്ക്ക് എന്ത് ഇമ്പാക്റ്റാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്ന് മാത്രമല്ല, നിലമ്പൂർ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗതമായ സീറ്റാണ്. അവിടെ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 തവണയാണ് കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ഇപ്പൊ മലപ്പുറം ജില്ല UDF ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസിന് ഒരൊറ്റ സിറ്റിംഗ് സീറ്റേ ഉള്ളൂ, വണ്ടൂര് മാത്രം. ബാക്കിയുള്ള നിലമ്പൂര്, അതുപോലെ തന്നെ തവനൂര്, പൊന്നാനി, ഇത് 3 ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ്. അപ്പൊ കോൺഗ്രസിന് അടുത്ത തവണ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റിലേക്ക് പുതിയൊരു അവകാശി കൂടി വരിക, UDF വരിക തുടങ്ങിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? അല്ല, ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം PV അൻവറിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ UDF അദ്ദേഹം കടന്നു വന്നാൽ UDF എന്ത് സംഭവിക്കും എന്നുള്ള ചർച്ചയൊന്നുമല്ല. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് UDF എത്തിയിട്ടുമില്ല. കാരണം അത് ഞങ്ങളുടെ നേതാക്കന്മാർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഞങ്ങളിപ്പോൾ ഇടപെടുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് കിട്ടേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കപ്പെട്ടില്ല. തനിക്കെതിരായി പറയുന്ന ആരെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലം വരെ PV അൻവർ അഡ്രസ്സ് ചെയ്ത പല വിഷയങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ പല ഘട്ടങ്ങളിലായി ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകളുടെ തോത് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ക്രിമിനൽ ഹബ്ബാക്കി ഈ ജില്ലയെ മാറ്റാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നു എന്ന് അന്ന് ഞങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ് PV അൻവർ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറയുന്നതിന് ഏറെക്കുറെ സത്യമാകുന്ന വിധം പിന്നീടുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഉണ്ടാവുകയാണ്. ഉദാഹരണമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം, ഇവിടുത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണവും രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം, അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചു വന്നത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന വിജയരാഘവൻ്റെ കണ്ടെത്തൽ, മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സാധാരണ ജനങ്ങൾ അവരുടെ സ്വന്തമായി നടത്തുന്ന വ്യായാമ മുറകൾക്ക് പോലും ഒരു വർഗീയതയുടെ മാനം നൽകാൻ ഒരു ജില്ലാ സെക്രട്ടറി ശ്രമിച്ചത്, അത് കഴിഞ്ഞ് മലപ്പുറം ജില്ല തന്നെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് വേണ്ടി വാദിച്ചവരായിരുന്നു എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പാലോടിയെപ്പോലെയുള്ള ഒരാളുടെ പ്രസ്താവന, ഇതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മലപ്പുറം ജില്ല എത്തിച്ചിരിക്കുകയാണ്. കാരണം മലപ്പുറം ജില്ല ഇന്ന് ജന്മമെടുത്തിട്ടില്ല. സമാനമായ നിലപാട് പറയുന്ന PV അൻവർ മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന് സമാനമായ നിലപാട് പറയുന്ന PV അൻവറിനെ അപ്പോ നീക്കി നിർത്താൻ കഴിയില്ലല്ലോ, ഒഴിവാക്കി നിർത്താൻ കഴിയില്ലല്ലോ. അൻവർ പണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ DNA ചോദ്യം ചെയ്തിട്ടുണ്ടാവും. VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവും. അത് പഴയ കഥ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ ലീഗ് പറയുന്നതും അൻവർ പറയുന്നതും ഒന്നാണെങ്കിൽ അൻവറിനെ ഇനിയിപ്പോ ദൂരേക്ക് നീക്കി നിർത്തേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായും ഒരു മുന്നണി കെട്ടുറപ്പോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയമുണ്ടാക്കിയൊരു മുന്നണിയാണ്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ
മലപ്പുറം ജില്ലയിലടക്കം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം നടത്തി. ജില്ലാ പഞ്ചായത്തിലൊക്കെ കഴിഞ്ഞ തവണ 1000 വോട്ടിന് ജയിച്ചെടുത്ത 8000 വോട്ടിനാണ് ഇത്തവണ ഞങ്ങൾ വിജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും UDF നല്ല രാഷ്ട്രീയമായി ഇതിന് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. LDF ആകട്ടെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് അനുദിനം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരിക്കലും തന്നെ തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ അക്രമത്തിലൂടെ അടിച്ചൊതുക്കി കള്ളക്കേസിൽ കുടുക്കി ആ ഒരു രീതിയിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്ന അതേ പതിപ്പായി കേരളത്തിൽ മുഖ്യമന്ത്രി മാറിക്കൂടാ എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അത് PV അൻവർ ആയാലും ശരി, ആരായാലും ശരി, ആ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ നിലപാട് ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയുണ്ടാകും. ഒരാൾക്കും കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കും അത്തരം ഒരു അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. അത് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ആരെങ്കിലും പെട്ടെന്ന് മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്നോ പാർട്ടിയിൽ ചേരണമെന്നോ എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയല്ല. അതൊക്കെ പാർട്ടികൾ എടുക്കേണ്ട, മുന്നണി എടുക്കേണ്ട അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് ആലോചനയ്ക്ക് ശേഷം ഏതാണ് അനുഗുണമായി വരുന്നത്, ആ അനുഗുണമായ തീരുമാനം പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും കൈക്കൊള്ളും. അതേ മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ളൂ. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ അവിടെ ഉത്തരവ് എത്തിയിട്ടുണ്ട്. ജയിലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തത്സമയം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ PV അൻവർ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ തെളിവ് എവിടെ എന്ന ചോദ്യം സംഗതമാണ്. അദ്ദേഹം തെളിവൊന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഉണ്ടയില്ല വെടികളുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ശ്രീ രണ്ടത്താണി പറഞ്ഞതുപോലെ ഞങ്ങൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അൻവർ പറഞ്ഞത് എന്ന മറ്റുള്ളൊരു സെൻസേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസ്. അത് വസ്തുതാപരമായി ശരിയല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ നറേറ്റീവ് അല്ലേ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ സത്യം മാത്രം പറഞ്ഞ് വിജയിച്ച ചരിത്രമുണ്ടോ? അങ്ങനെയില്ലല്ലോ. അപ്പോ മുസ്ലിം ലീഗിന് സ്വീകാര്യമായ പൊളിറ്റിക്സ് അൻവർ പറയുന്നു. അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ്. അൻവർ നിലമ്പൂരിൽ നിന്ന് 2 തവണ ജയിച്ച ആളാണ്. അപ്പൊ UDF ഇനി അൻവറിനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അല്ല, UDF അൻവറിനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ട്. UDF-കാർക്കും വിവരം ഉണ്ടല്ലോ. അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരും ചിന്തിക്കുമല്ലോ. അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം പറ്റില്ല. ഈ കാര്യം കൊണ്ട് മാത്രം മുസ്ലിം വോട്ട് കിട്ടുമോ എന്നും പറയാൻ പറ്റില്ല. അൻവറിനെ ആളുകൾ മുസ്ലിം വർഗീയവാദിയായി കാണുന്നുണ്ടോ? എനിക്കത് അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഏതാണ് അങ്ങനെയൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി മറ്റു സമുദായത്തിൽപ്പെട്ട അങ്ങനെയൊക്കെയുള്ള പല കമന്റ്സും ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇപ്പം രണ്ടത്താൻ ഇന്ന് പറയുന്ന പോലെ അല്ല അൻവർ പറഞ്ഞിട്ട് വളരെ കയറ്റി നാട്ടിൻപുറത്ത് എന്താ പറയുക, നമ്മൾ പല ചായപ്പിടിയിൽ നിന്ന് സംസാരിക്കില്ലേ, അതിൽ പക്ഷേ കാര്യം ഉണ്ടാവണമെന്നില്ല. അതിൽ കമ്മ്യൂണൽ സാധനങ്ങളും ഉണ്ടാവും, ഇമോഷണൽ സാധനങ്ങളുണ്ടാവും. ആ രീതിയിലാണ് ഉത്തരവാദപ്പെട്ട MLA സംസാരിച്ചത്. അത് ആ രീതി മറ്റു സമുദായക്കാർ കാണണമെന്നില്ല. ഈ മുസ്ലിംസിൻ്റെ ഒരു പാർട്ടി മാത്രമല്ലല്ലോ UDF. അതിൽ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒന്ന് സവർണ്ണ ഹിന്ദു വോട്ടാണ്, NSS ഉൾപ്പെടെയുള്ള വോട്ട്. രണ്ടാമത്തെ സവർണ്ണ ക്രിസ്ത്യൻ വോട്ടാണ്, ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടാണ്. ഈ 3 ബ്ലോക്ക് പ്രധാനപ്പെട്ടാണ്. അതിൽ ഒരു ബ്ലോക്കാണ് ഈ പറയുന്ന മുസ്ലിം വോട്ട് എന്നുള്ളത്. CPM പോലെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പത്തുണ്ടാവുന്ന കൺസോൾട്ടേഷൻ അവർ കാണുമല്ലോ. പിന്നെ മലബാറിലും എസ്പെഷ്യലി മലപ്പുറം മേഖലയിലും ഒക്കെ തന്നെ കോൺഗ്രസ് ആകുക എന്ന് വെച്ചാൽ തന്നെ ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. അതിപ്പോൾ അടുത്ത പണ്ട് അയാളുടെ കാലം വരെ അതായിരുന്നു. മാത്രമല്ല പല പഞ്ചായത്തുകളിലും പല പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത കാലം വരെ എന്ന് വെച്ചാൽ 2014 മറ്റേ നിയമസഭ പഞ്ചായത്ത് ഇലക്ഷൻ വരെ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു നാഷണൽ കൺസെൻസസ് അല്ലേ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും നമുക്ക് ആ ഒരു പാറ്റേൺ കാണാം. ആ പാറ്റേൺ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും താഴെ തട്ടിൽ വരുമ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ മെമ്പർ, എൻ്റെ മക്കൾ മെമ്പർ, എൻ്റെ പൂപ്പ് MLA എന്നുള്ള സാധനങ്ങളൊക്കെ എസ്പെഷ്യലി മലപ്പുറം മേഖലയിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. അവിടെയുള്ള കോൺഗ്രസ് അതല്ലേ പിന്നെ ആട് കടിച്ച മരം പോലെ ആയിപ്പോയത്. അവിടെയുള്ള കോൺഗ്രസ് വളരാനേ പറ്റുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതുകൊണ്ടല്ലേ ആര്യാടൻ, എനിക്ക് ഈ ഞങ്ങൾ ഫാമിലി ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ആത്മീയ ഗുരുവായിട്ടാണ് ഞാൻ അവിടെ പ്രത്യേകിച്ച് മജു ഷിഹാദങ്ങളെ കാണുന്നത്. പക്ഷേ അവരോടുള്ള നിലപാടെന്തായിരുന്നു? ഇതിങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര സുഗമമായിരിക്കില്ല ഈ പറയുന്നത് പോലെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രയാണം ഒരു പോക്കെന്ന് വെച്ചാൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ അൻവറിനെ ഒരു രാഷ്ട്രീയക്കാരെന്ന് നോക്കിയാൽ എനിക്ക് അൻവറിന് ഇഷ്ടമാണ്. അൻവറിന് ഇഷ്ടമായ അഭിപ്രായം കാരണം എന്നെയൊക്കെ പോലെയുള്ള ഒരു നാഷണലിസ്റ്റ് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തൊട്ടുള്ള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നട്ടലുള്ള നേതാവാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല അൻവറിനെ. പക്ഷേ അൻവർ ഇപ്പോൾ ഈ കളിക്കുന്ന ഒരു സ്പെക്ടക്കിൾ ഉണ്ടാക്കുകയാണ്, നാടകം ഉണ്ടാക്കുകയാണെന്ന്. അല്ല, ഇപ്പോൾ മലബാറിലേക്കുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അൻവർ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു, നിർഭയം സംസാരിക്കുന്നു, ഭരണകൂടത്തിനെതിരെ ഏറ്റുമുട്ടുന്നു, പോലീസിനെതിരെ ഏറ്റുമുട്ടുന്നു, MR അജിത് കുമാറിനെതിരെ ഏറ്റുമുട്ടുന്നു, പിണറായി വിജയനെതിരെ ഏറ്റുമുട്ടുന്നു, P ശശിക്കെതിരെ ഏറ്റുമുട്ടുന്നു.
ആ ഒരു ഇമേജ് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ലേ അൻവറിന്? ആ ഇമേജ് അൻവർ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഏതെങ്കിലും പഞ്ചായത്തിൽ കുറച്ച് സ്വാധീനമൊക്കെ അൻവറിന് തെളിയിക്കാൻ പറ്റിയാൽ നടക്കും. അങ്ങനെയാണെങ്കിൽ അൻവർ ഒരു എന്താണ് പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട, അതല്ലാതെ പുതിയ പാർട്ടി ഉണ്ടാക്കി ഇനി വിജയിക്കുക അസാധ്യമാണ്. അല്ല, അതല്ലാതെ അൻവറിന് എങ്ങനെ ഒരു മണ്ഡലം മാത്രമേ ഇവർക്ക് അല്ലെങ്കിലും കോൺഗ്രസിന് അടുത്ത ഇലക്ഷൻ അൻവറും കൂടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ കൂളായിട്ട് പിടിക്കുക. പിന്നെ ഏത് മണ്ഡലം പിന്നെയുള്ള വണ്ടൂർ ബഷീർ അൻവർ തലകുത്തി നിന്നിട്ടും ബഷീർ അവിടെ ജയിച്ചാണ്. വണ്ടൂര് പിന്നെ UDF-ന്റെ സീറ്റാണ്. എവിടെയാണ് അൻവറിന് സ്വാധീനമുള്ളത്? അങ്ങനെ അൻവർ ഇപ്പോൾ ഉള്ള ഇമേജ് 2 തവണയെ നഷ്ടപ്പെടുന്ന നിലമ്പൂർ, അതല്ലാതെ വേറെ 2 തവണ. അതിന്റെ മുമ്പ് ആര്യാടെ മത്സരിച്ച ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് 10,000-ലേക്ക് മറ്റും എത്തിയിരുന്നു. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ ഈ മുസ്ലിം മേഖലകളിൽ CPM നമ്മുടെ ജനറേഷനിലേക്ക് വന്നപ്പോൾ CPM DYFI ഇടിച്ചു കയറുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അവിടെ. ആ മലപ്പുറത്ത് മറ്റു സ്ഥലങ്ങളും ഉണ്ട്. ആ സമയത്ത് അത് എൻഗാജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വോട്ട് പേഴ്സണലി കൊണ്ടുവരാൻ പറ്റുന്ന നേതാവ് അതാണ് അൻവർ. അത്രയും കണ്ടാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പക്ഷെ അൻവർ ഇവിടെ ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ട്. എന്നാൽ UDF ഡിമിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നു. CPM-ന് പണ്ടത്തെ ആ ഓറയില്ല, അത് സത്യമാണ്. BJP ആണെങ്കിൽ ഒരുമാതിരി കേരളത്തിലെ BJP, എസ്പെഷ്യലി കേരളത്തിലെ BJP ഇപ്പോൾ നാട് അടിച്ച പോലെ നിൽക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരു പാർട്ടിക്ക് ശക്തമായ നേതാവിൻ്റെ അണ്ടറിൽ ഒരു സ്പേസ് ഉണ്ട്. അത് പക്ഷെ അൻവറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത്ര എളുപ്പമല്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതിന് ഈ വൺ സൈഡ് ആയിട്ടുള്ള ഈ കള്ളക്കടത്തനായിരിക്കുന്ന പരിപാടി കൊണ്ട് കള്ളക്കടത്തൊക്കെ അൻവർ വിട്ടെന്ന് തോന്നുന്നു തൽക്കാലത്തേക്കെങ്കിലും. എം ജയേന്ദ്രൻ ഇന്നലെ ഇപ്പോൾ നമ്മൾ മലയോര കർഷകന്റെയും അതുപോലെ തന്നെ വന്യജീവികളുടെയും ഒക്കെ വിഷയമാണ് പറഞ്ഞത് എങ്കിലും ഇന്നലെ അൻവറിന്റെ ചില പഞ്ച് ലൈനുകൾ ശ്രദ്ധേയമായിരുന്നു. അത് മുസ്ലിങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ സമീപനം ഇതാണ് എന്നുള്ളതായിരുന്നു അതിൽ കൂടുതലായി വായിച്ചെടുക്കപ്പെട്ട, അൻവർ കൂടുതൽ വോക്കലാവാൻ ശ്രമിച്ച വിഷയം. അപ്പോൾ ആ വിഷയത്തിന്റെ ഒരു ചാമ്പ്യൻഷിപ്പ് PV അൻവർ ഏറ്റെടുക്കുകയാണ് എങ്കിൽ അത് ആർക്കായിരിക്കും ഗുണകരമായി വരിക? ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് മലപ്പുറത്തെ UDF-ന് 3-4 സീറ്റുകളിലെ മത്സരമെങ്കിലും ഉള്ളൂ. 16 സീറ്റുണ്ട് മലപ്പുറത്ത്. അതിലൊരു 5 സീറ്റിൽ കവിഞ്ഞ് മത്സരം പോലും ഇല്ല എന്ന് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അൻവർ UDF-ന്റെ ഒരു സ്വാഭാവിക സഹയാത്രികൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയ ബ്ലോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു സാന്നിധ്യമായി മാറുമോ? നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തിലെ വർത്തമാനകാല ഗതിവിഗതികൾ മാത്രം പരിശോധിച്ചാൽ മതി അഭിലാഷേ, അത് നടക്കില്ല എന്ന് മനസ്സിലാവാനായിട്ട്. കാരണം പിന്നെ ഈ 16 സീറ്റുള്ള മലപ്പുറം ജില്ലയിൽ വണ്ടൂരും നിലമ്പൂരും മാത്രമേ ഉള്ളൂ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ പോലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തവനൂരും പൊന്നാനിയും ഉണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ആര്യാടൻ ജയിച്ചതാണ്, ഇപ്പോൾ വണ്ടൂർ അനിൽകുമാർ ജയിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അവിടെ അൻവറിനെ എടുത്തു വെച്ചു എന്ന് തന്നെ സാങ്കല്പിക്കാൻ വിചാരിക്കുക, അൻവർ ജയിച്ചു എന്നും വിചാരിക്കുക. പിന്നീട് UDF-ൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ധാരണയില്ലാത്തവരാണോ കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കൾ, UDF-ലെ ആകെ നേതാക്കൾ? അങ്ങനെയല്ല. വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ് UDF-ലെ ഈ പ്രഗത്ഭ നേതാക്കളെല്ലാം. അവർക്കറിയാം അൻവറിനെ ഒക്കത്തെടുത്ത് വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത്. അത് തന്നെയാണ് ഈ VD സതീശൻ്റെ ആ ഒരു അകൽച്ചയ്ക്ക്, വിയോജിപ്പിന് കാരണവും. അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ മുസ്ലിം ലീഗ് കടുത്ത സമ്മർദ്ദം ചെലുത്തിയാൽ കോൺഗ്രസിന് വഴങ്ങേണ്ടി വരും. അങ്ങനെ വഴങ്ങേണ്ടി വന്നാൽ ഇപ്പോൾ പൊതുവിൽ എല്ലാവരും സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അടുത്ത തവണ UDF-ന് ഭൂരിപക്ഷം കിട്ടിയേക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയേക്കാവുന്നൊരവസ്ഥയിൽ അൻവറിനെ പോലുള്ള ഒരാളിനെ എടുത്തു വെച്ചാൽ എന്താകും UDF-ൽ ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സ്? കാരണം പിണറായിയെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ പോലും എന്തൊക്കെയാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ കരുത്ത് കാണിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്നില്ല അടുത്ത തവണത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ പ്രവേശനം എന്തോ അല്ല, അടുത്ത തവണ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് അപ്പോൾ താങ്കൾ വിചാരിക്കുന്നോ എന്ന് ചോദിച്ചതാണ്. ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടേ അല്ല പറഞ്ഞത്. ഇപ്പം ചർച്ചകൾ അങ്ങനെയാണല്ലോ. കോൺഗ്രസിൻ്റെ വസന്തകാലം ഇതാ വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇലക്ഷൻ നടന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്? രമേശ് ചെന്നിത്തലയാണോ അതോ VD സതീശനാണോ എന്നുള്ളതാണ് തർക്കം. അപ്പം ഞാൻ ആ തർക്കത്തിൽ എപ്പോഴും പറയുന്നത് UDF-ന് ഇൻ കേസ് അങ്ങനെ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി. അതല്ല, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ വർഷം നരേന്ദ്രമോദി താഴെ വീഴണം, എന്നിട്ട് രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് ഉണ്ടാക്കണം. അതിൽ പ്രധാനപ്പെട്ട സ്ഥാനമായിരിക്കുമല്ലോ KC വേണുഗോപാലിന് കിട്ടുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ സംഭവിക്കാതിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് VD സതീശ താങ്കൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല താങ്കൾ കേരള മുഖ്യമന്ത്രി ആയിക്കോളൂ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ എന്ന് അദ്ദേഹം മനസ്സറിഞ്ഞ് അനുവാദം കൊടുക്കണം. അല്ലാതെ UDF-ൽ നടക്കില്ല എന്നുള്ള ആർക്കാണ് അറിയാത്തത്? പിന്നെ ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലോ. കിഫയുടെ ആള് അവിടെ ഉണ്ടോ അഭിലാഷേ ചർച്ചയിൽ? അലക്സ്
അലക്സ് ഉണ്ട്. ഉണ്ടോ? ഇപ്പോ ഉണ്ടോ? അൻവർ അല്പസമയം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. താങ്കൾ പറഞ്ഞോളൂ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് മുഴുവൻ കാണിക്കാം, പറഞ്ഞോളൂ. ഓക്കെ. കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്നാണല്ലോ കിഫയെ സംബന്ധിച്ച് ശ്രീ അലക്സ് ഒഴികയിൽ ഞാൻ വിമർശനപരമായ ഒരഭിപ്രായമാണ് പറയുന്നത്. അത് ഞാൻ ഡയറക്റ്റ് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഞാൻ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഭൂരിപക്ഷവും വയനാട്ടിലെ ഈ റിസോർട്ട് ലോബിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊരു അസോസിയേഷനായിട്ടാണ് പൊതുവിൽ ഈ UDF തന്നെ ഒരു വിഭാഗം സംസാരിക്കുമ്പം അവർ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങളും ആ തരത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് ചില നേതാക്കൾ തന്നെ, കോൺഗ്രസിൻ്റെ UDF നേതാക്കൾ തന്നെ എന്നോട് പറഞ്ഞത്. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ വരുന്ന വിവരം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫാർമേഴ്സിനെ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ആണുള്ള പേര് തന്നെ. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. ആ വിമർശനത്തിന് താങ്കൾ അതിൻ്റെ നേതാവായതുകൊണ്ട് എന്താണ് മറുപടി എന്ന് ഞാൻ അങ്ങയോട് മറുപടി പറയാൻ അവസരം കൊടുക്കാം. ശരി, പറയൂ ശ്രീ അലക്സ്. കർഷകരുടെ സംഘടനയാണോ റിസോർട്ടുകാരുടെ സംഘടനയാണോ കിഫ? അഭിലാഷെ, വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഈ വിഷയത്തിലുണ്ട്. അഭിലാഷിനെ അറിയാലോ, കഴിഞ്ഞ 5 വർഷമായി നമ്മൾ എത്ര തവണ ഈ വന്യമൃഗശല്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അഭിലാഷിനെ അറിയാം. മാതൃഭൂമി ന്യൂസിൽ തന്നെ അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും റിസോർട്ട് മാഫിയക്കാരുടെ അല്ലെങ്കിൽ റിസോർട്ടുകാർക്കോ വേണ്ടി ഒരു വാക്ക് കിഫ എന്ന സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കുക. അദ്ദേഹം ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുടെ പേര് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വലിയ ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് മെമ്പറോ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്തല്ല കിഫ പോലുള്ളൊരു സംഘടനയെ നിങ്ങൾ അളക്കേണ്ടത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിൽ കിഫ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അവിടെയുള്ള ജനത്തോട് നിങ്ങൾ ചോദിക്കുക. ബഫർ സോൺ വിഷയം, ESA വിഷയം, അതുപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വനനിയമ ഭേദഗതി അടക്കം കിഫ എന്ന സംഘടന ഡിസംബർ 12 ഞാൻ ചെയർമാൻ എന്ന നിലയിൽ വന്ന് ലൈവ് വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ജോസ് കെ മാണി അടക്കമുള്ള നിങ്ങളുടെ നിലവിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവ് അടക്കം ഇതിൽ പ്രതികരിച്ചു തുടങ്ങിയത്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയത്തിൽ കിഫ എന്ന് പറയുന്ന സംഘടനയാണ് കേരളത്തിലെ തോട്ട് ലീഡർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് മറ്റു സംഘടനകൾ ഏറ്റുപിടിക്കുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടന്ന ചർച്ചകളും വീഡിയോകളും കാണുക. നിങ്ങളുടെ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. മാതൃഭൂമിയിൽ തന്നെ നടന്ന ചർച്ചകളുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹത്തിന് മൊബൈൽ നമ്പറും തന്നാൽ മതി. അതാണ് അതിനുള്ള പ്രതികരണം. രണ്ടാമത്തെ കാര്യം, അഭിലാഷ് ഇതുവരെ ഈ ചർച്ച തന്നെ നിങ്ങൾ എടുക്കുക. ഇതിലിപ്പോൾ 90% സമയവും യാതൊരു അർത്ഥവും ഇല്ലാത്ത കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയാണ്. വണ്ടൂരിലായിരുന്നു നിൽക്കും, നിലമ്പൂരിലായിരുന്നു നിൽക്കും, UDF എന്ത് സംഭവിക്കും, LDF എന്ത് സംഭവിക്കും, ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം? ഇതിന്റെ കോർ വിഷയം എന്താ? ഈ വന്യമൃഗ ശല്യം എന്ന വിഷയത്തിനുള്ള സൊല്യൂഷൻ എന്താ? ഇപ്പൊ UDF-കാർ PV അൻവറിന് അനുകൂലമായിട്ട് വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. UDF-ന് പറയാൻ പറ്റുമോ? PV അൻവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞ വനനിയമ ഭേദഗതി തള്ളും, കൃത്യമായിട്ട് അതിന്റെ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള എന്താണ് അതിനകത്ത് പ്രശ്നമെന്ന് ഞങ്ങൾ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. UDF-ലെ എല്ലാ 140 MLA ഞങ്ങൾ കത്തയച്ചിട്ടുമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വനനിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് പറയാൻ ആർജവം ഇവിടുത്തെ UDF നേതൃത്വത്തിനുണ്ടോ? അത് പറഞ്ഞുകൊണ്ടാണ് അവർ PV അൻവറിന് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ അത് ആത്മാർത്ഥമുണ്ടെന്ന് പറയാം. ഇനി അതല്ല, LDF-ന്റെ ആൾ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന വനനിയമ ഭേദഗതിയിൽ വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ നിലപാട്? അദ്ദേഹം ഈ ചർച്ചയിൽ LDF-ന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന അദ്ദേഹം നിലപാട് പറയട്ടെ. നിങ്ങൾ ഫോറസ്റ്റുകാർക്ക് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം, പോലീസിന്റെ അധികാരം ഫോറസ്റ്റുകാർക്ക് കൊടുക്കുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് നിയമസഭ പാസ്സാക്കിയിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ ക്യാബിനറ്റ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിക്കാർ റോഷി അഗസ്റ്റിൻ എന്ന കർഷക മന്ത്രി ഇരിക്കുന്ന മന്ത്രിസഭ കർഷക ജനതയ്ക്ക് മുഴുവൻ തുറന്ന ലോക്കപ്പിലേക്ക് ഇടുന്ന രീതിയിലുള്ള അധികാരങ്ങൾ കൊടുത്തിരിക്കുക. അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അത് പറ. കിഫയ്ക്ക് മാർക്കറ്റിലൊക്കെ അവിടെ നിൽക്കട്ടെ. കിഫയുടെ മാർക്ക്, കിഫ ഇടപെടുന്ന മേഖലയിൽ ജനങ്ങൾ കിഫയ്ക്ക് മാർക്കറ്റോളും. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടുമളയും താമ്രപത്രവും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വിഷയത്തിലേക്ക് വാ. കക്ഷി രാഷ്ട്രീയം നിങ്ങൾ നിർത്ത്, ജാതി മതം നിങ്ങൾ നിർത്ത്. മനുഷ്യന്റെ ജീവൽ പ്രശ്നമാണ്. 115 ആളുകളെ ആന കൊന്നിരിക്കുന്ന കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം. ഒരു വർഷം ശരാശരി 100-120 ആളുകളെ കൊല്ലുക. 10 വർഷം കൊണ്ട് 1200 പേരെ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിന് ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിയമപ്രശ്നം എന്ന് പറയുമ്പോൾ ആരാ നിയമം ഉണ്ടാക്കിയത്? ഇവിടുത്തെ നിയമസഭയും പാർലമെന്റും അല്ലേ? ആ നിയമസഭയിലും പാർലമെന്റിലും നിങ്ങളുടെ നിലപാടെന്താ? ഈ പ്രശ്നത്തിന് പെർമനന്റ് ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ പറയൂ.
കേന്ദ്ര നിയമമാണെന്ന് പറയുന്നു. കേന്ദ്ര നിയമമുണ്ട്, എന്തായാലും സംസ്ഥാന നിയമമുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും സംസ്ഥാനത്തിന് നിയമത്തിന്റെ കരടല്ലേ ആയിട്ടുള്ളൂ. നിയമസഭ ചർച്ച ചെയ്യട്ടെ, നമുക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നിയമനിർമ്മാതാക്കളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അബ്ദുറഹ്മാന്റെ അടുത്താണ് ഇവിടെ ഇപ്പോ വിഷയങ്ങൾ ധാരാളമുണ്ട്. അതിൽ സർക്കാരിന്റെ നിലപാട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ടത് മലയോര കർഷകരുടെയും മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെയും വിഷയമാണ്. വന്യജീവി വനം വിഷയം, അതിൽ തന്നെ വനം നിയമ ഭേദഗതി. ഇപ്പോൾ UDF ആണ് എങ്കിൽ എന്തായിരിക്കും നിലപാട് എന്ന് ചോദിക്കുമ്പോൾ UDF ക്ലിയർ കട്ടായ ഒരു നിലപാട് പറയാനുണ്ടോ? ഇങ്ങനെയാണ് ഓരോ വിഷയവും. വഖഫ് വിഷയത്തിൽ UDF നിലപാട് എന്തെന്ന് ചോദിച്ചാൽ ഓരോ നേതാക്കൾ ഓരോ നിലപാട് പറയും. അപ്പോൾ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നത് പോലെ നിങ്ങളാണ് അധികാരത്തിലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യം പ്രതിപക്ഷത്തോടും വരും. അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞു പോകുന്നില്ല എങ്കിൽ അവിടെ കൺഫ്യൂഷൻ മാത്രമാണ് അവശേഷിക്കുക. അല്ല, ഞാൻ അഭിലാഷ് അതിനിടയിലൊരു കാര്യം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ UDF കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ പരാമർശം ഇവിടെ നടത്തി. സത്യത്തിൽ സത്യത്തോട് നിരക്കാത്ത കുറേ കാര്യങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ശ്രീ AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്. UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാണ് അദ്ദേഹം ജയിച്ചത്. അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്നൊക്കെ ചിലർ ഒരു അസ്വാരസ്യമുണ്ട് എന്നൊക്കെ ചിലർ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പോട് കൂടി തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വന ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുണ്ട്. ഞങ്ങൾ ആ നിലപാട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ പലപ്പോഴും കേന്ദ്രം നൽകിയ ഈ വന്യജീവികളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷ കിട്ടാൻ വേണ്ടി കേന്ദ്രം നൽകി അതിനുവേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ട് പോലും, ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കേണ്ട ഫണ്ട് പോലും ഇതുവരെ കേരള സർക്കാർ വിനിയോഗിച്ചിട്ടില്ല. ഏകദേശം 48 കോടിയോളം രൂപ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈയിടെ നിയമസഭയിൽ പറഞ്ഞ കണക്ക്. അപ്പോൾ സത്യത്തിൽ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പരിശ്രമവും ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള നിലപാട് ഇന്ന് UDF നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമം കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ശക്തമായ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കും. അല്ലാതെ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ഈ നാട്ടിലൊരു ഭരണകൂടം മുന്നോട്ട് പോകുന്നതിനോട് ഞങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് രാജ്യത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമായി ഞങ്ങൾ കാണുകയാണ്. ഇത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ ഇതുപോലൊരു വിഷയമുണ്ട്. കേരളത്തിൽ അതിരൂക്ഷമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഇതിനൊരു രാഷ്ട്രീയ മുഖം മാത്രമല്ല, ഇന്ന് താമരശ്ശേരി ബിഷപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ പ്രധാനമാണ്. അദ്ദേഹം ഇത് അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാര്യമായിട്ടല്ല കാണുന്നത്, ഒരു പൊതുസമൂഹത്തിൻ്റെതാണ്, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ്. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാരെ അടിച്ചമർത്തുക. ഇതൊരു പക്ഷേ അത് ഇടുക്കിയിൽ സംഭവിക്കേണ്ടതാണ്. ഇടുക്കിയിലും ജനനേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നു. ആ നീക്കത്തെ ചെറുത്തത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞാനിവിടെ സത്യാഗ്രഹമിരിക്കും. അങ്ങനെയാണ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയത്. ഇത് പലയിടത്തും തങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ചില സമീപനങ്ങൾക്കെതിരായി ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി വന്നാൽ അതിനെയൊക്കെ ആ രീതിയിൽ നേരിടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എന്താ പറ്റിയത്. ഇപ്പോൾ മിനിഞ്ഞാന്ന് നിങ്ങളും ഞങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തൊരു വാർത്ത എന്താണ്? ഹംഗറിയുടെ പ്രധാനമന്ത്രി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് കേരളം സന്ദർശിക്കുന്നതാണ്. എത്ര മനോഹരമാണ് ആ കാഴ്ച. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി 10-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ കേരളത്തിലെ നിരത്തുകളിലൂടെ യാത്ര ചെയ്തത് എന്ത് ആഭാസമാണ്. അപ്പം സത്യത്തിൽ എന്തൊക്കെയോ തനിക്ക് ഒരു വല്ലാത്ത ഒരു അധികാരം ലഭിച്ചിരിക്കുന്നു. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരും സ്റ്റേറ്റ് കാറുകളിലല്ലേ സഞ്ചരിച്ചിട്ടുള്ളത്. UDF മുഖ്യമന്ത്രിമാരും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല, അതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള ഇതുപോലുള്ള സെക്യൂരിറ്റിയോട് കൂടിയാണോ സഞ്ചരിച്ചത്? ശരി, അല്ല പല കാലത്തും ഇപ്പോൾ കരുണാകരന്റെ വാഹന വ്യൂഹവും ഒരു കാലത്ത് ഇതുപോലെ അന്ന് ഇടതുപക്ഷത്തു നിന്നായിരുന്നു വിമർശന വിധേയമായത്. അതിനപ്പുറത്ത് ഇവിടെ ഷിഫഖറുദ്ദീൻ പിണറായി വിജയൻ വിരുദ്ധതയുടെ ഒരു ഐക്കണായി, ഒരു പ്രതീകമായി, ഒരു ചിഹ്നമായി PV അൻവറിനെ പ്രതിഷ്ഠിക്കാൻ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങളും വഴിവെക്കുമോ? എന്തു തോന്നുന്നു?
അല്ല, അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്ന്. ആകപ്പാടെ ഒരു സാധ്യത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മലയോര കർഷകർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് അതേപോലെ ജനീയ പ്രശ്നങ്ങളാണ്. അതായത് ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയക്കാർ കാണിക്കാത്ത ഒരു ശുഷ്കാന്തിയും ഒരു ആർജവവും അൻവർ ആദ്യം തൊട്ടേ കാണിക്കും. ഈ ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷേ ആ വിഷയം ഉന്നയിച്ചത് ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കും പുള്ളി മുസ്ലിം ആയതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ആത്മാർത്ഥത അവർക്ക് ഫീൽ ചെയ്യുമോ? അല്ല, ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഫൈനലി വരുവാന്ന ഈ മാഷണം ഈ രാഷ്ട്രീയക്കാരൊക്കെ ന്യായീകരിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇത്തരം ചില വിഷയങ്ങൾ അൻവറിന് ഇടപെടാൻ പറ്റും. അല്ല, പിണറായി വിജയനെതിരെ വെക്കാൻ പറ്റിയ നേതാവ് ഇപ്പം കേരളത്തിൽ ആരുമില്ല. അൻവർ അല്ല, ആരുമില്ല. അതിൻ്റെ ഒരു ചുരുക്കും അസൂയയാണ് പല രീതിയിൽ. പിണറായി, ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ വലിയ ഫാനൊന്നുമല്ല, പണ്ട് ഫാനായിരുന്നു, ഇപ്പം ഫാനൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ പറ്റിയ ഒരു നേതാവ്, അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരെ നിർത്താൻ പറ്റിയ നേതാവ് ഇല്ല, ഇനി ഉണ്ടായി വരണം. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്താ, രാജീവ് ഗാന്ധി മത്സരിച്ചല്ല, രാഹുൽ ഗാന്ധി മത്സരിച്ച് മലപ്പുറത്ത് വന്ന എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ശരി തന്നെ, അങ്ങനെ ആന്റണിനെ മത്സരിപ്പിച്ചു. പിന്നെ എന്തിനാ ഈ അവിയൽ സഖ്യം ഉണ്ടായി പല സ്ഥലത്ത് പഞ്ചായത്ത് നിങ്ങളെ മാറ്റി കോൺഗ്രസും പിന്നെ CPM-മാരും കൂടി പിന്നെ ഭരണ സംവിധാനമൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെ സാധാരണ മൈക്രോ ലെവലിലൊക്കെ ആന്റണി മത്സരിച്ചിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ മത്സരിച്ചിട്ടുണ്ടാവും. മൈക്രോ ലെവലിൽ കോൺഗ്രസ് അസംതൃപ്തരാണ്. അത് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷനിലാണ്. മുമ്പ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി, പ്രത്യേകിച്ച് ഈ 2019 ശേഷമല്ല. കാരണം ഒരു ദേശീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഐക്യമൊക്കെ വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, UDF-നോട് കൈകോർത്തായിരിക്കും ഞാൻ ഇനി പിണറായി വിജയനെതിരെ പോരാടുക എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീ രക്ഷയില്ല. അല്ല, ഇവിടെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP-യുടെ ഒരു B ടീമിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന CPM-ൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായൊരു പോരാട്ടത്തിൽ അദ്ദേഹം അടിയുറച്ചു നിൽക്കുകയാണ്. ആ പോരാട്ടത്തിൻ്റെ പാതയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും UDF നടത്തുന്ന പോരാട്ടത്തോടൊപ്പം അദ്ദേഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ കേരളത്തിലെ എല്ലാ വിഭാഗം ഈ സംസ്ഥാനത്തിൻ്റെ നന്മ കാക്ഷിക്കുന്ന എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായമാണ്. ആ അഭിപ്രായമാണ് കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ആ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായത്തോടൊപ്പം അദ്ദേഹം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതേ സമയത്ത് UDF-മായുള്ള ഒരു മുന്നണി ബന്ധം കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ UDF-ൻ്റെയോ തീരുമാനങ്ങളാണ് പുറത്തു വരേണ്ടത്. ആ തീരുമാനങ്ങൾ ആ പാർട്ടി നേതൃത്വമാണ് അറിയിക്കേണ്ടത്. പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുമ്പോഴും അൻവറിന് ഒരു ഒലിവ് വില നൽകുന്നുണ്ടോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി? ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ UDF-ന് സഹായകരമാകും എന്ന്. ഇപ്പോൾ അൻവറിനെ ഔദ്യോഗികമായി UDF-ൽ എടുക്കുമോ ഇല്ലയോ, അത് ഏത് പാർട്ടിയുടെ ഭാഗമായിരിക്കും തുടങ്ങിയവ ഇനി നടക്കേണ്ട ഡിസ്കഷൻ ആയിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് അൻവറും UDF-ഉം ഒരു വള്ളത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അല്ല, അൻവർ മാത്രമല്ല, കേരളത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കുന്ന ഏതൊരാളുടെയും വികാരമാണിത്. നമ്മൾ ഈ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കാണാതിരുന്നുകൂടാ. ഒരു നാട് വല്ലാതെ തകരുകയാണ്. അനുദിനം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഭരണരംഗത്തെ കെടുകാര്യസ്ഥതയുമൊക്കെ നാം ഓരോ ദിനവും തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് ജനങ്ങളുടെ ഒരു ശക്തമായ വിയോജിപ്പ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ശക്തമായ വിയോജിപ്പ് തന്നെയാണ് എല്ലാ മേഖലയിലും ഉള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മലയോര മേഖല മാത്രമല്ല, കടലോര മേഖലയിൽ പോയാൽ അവിടെയും ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ട്. എല്ലായിടത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർവകലാശാലകളിൽ പഠിക്കാൻ പോയ മുസ്ലിം വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ തീവ്രവാദികളെ ആയ ആളുകളെ കേന്ദ്ര സർവകലാശാലകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഒരു CPM-ന്റെ നേതാവാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടേക്കാണ് പോകുന്നത്? ശരി, ആ ഒരു നിലപാടിനെതിരെ പ്ലാറ്റ്ഫോമിൽ അൻവറും ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. ഷേം ജയചന്ദ്രൻ, അൻവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF-നോട് കൈകോർക്കും. ഇനി ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടം നടത്തുന്നില്ല, ഇനി കൂട്ടായ പോരാട്ടമായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ LDF പുറംതള്ളിയ അല്ലെങ്കിൽ LDF-ൽ നിന്ന് പുറത്തുപോയ അൻവർ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു. UDF-ൽ അദ്ദേഹം പൂർണ്ണ സ്വീകാര്യനായിരുന്നില്ല. ആ പൂർണ്ണ സ്വീകാര്യത ഉറപ്പാക്കി കൊടുക്കാൻ ഇന്നലത്തെ അറസ്റ്റ് നാടകത്തിന് കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും എന്താണ് അഭിലാഷേ? വളരെ അപ്രതീക്ഷിതമായ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആണ് അൻവറുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. അത് ശ്രദ്ധിച്ചില്ലേ? പിന്നെ
3 ദിവസമായിരുന്നു ജാഥ. അത് കഴിഞ്ഞു, ഇന്നലത്തെ കൊണ്ട് തീർന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു തിരുത്ത് ഞാൻ തന്നെ വരുത്തുകയാണ്. ചർച്ചയുടെ തുടക്കത്തിൽ താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് പിന്നെ കേസ് തുടരും, അൻവർ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും തുടരും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ കേസ് തുടരും എന്നത് മാത്രം നിർത്തിക്കൊണ്ട് അത് അൻവറിൻ്റെ പ്രതിഷേധവും തുടരും എന്നുള്ളത് ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അത് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രതീക്ഷിതമായ പൊടുന്നനെ ഉണ്ടായ ഒരു ആൻറ്റി ക്ലൈമാക്സ് അത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇന്ന് UDF വിവിധ നേതാക്കൾ പിന്തുണ കൊടുത്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, രണ്ടത്താണി ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ആ പിന്തുണയ്ക്കൊക്കെ ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ പിന്നെ അഭിപ്രായമായിട്ട് വരുന്നത് എന്താണ്? ആ സമരം കഴിഞ്ഞു, ഈ പ്രതിഷേധം കഴിഞ്ഞു. അതെങ്ങനെ കഴിഞ്ഞു? മണിയുടെ മരണം അത് കഴിഞ്ഞപ്പോൾ അതിനെതിരെയായിരുന്നല്ലോ പ്രതിഷേധം. അത് ഇന്നലെ അദ്ദേഹത്തിന്റെ അറസ്റ്റോടുകൂടി കഴിഞ്ഞു എന്ന് ഇന്ന് അദ്ദേഹം പറയുകയാണ്. വിഷയങ്ങളല്ലേ സർക്കാരിനെതിരെയുള്ള പോരാട്ടം എന്നുള്ളതാണ് സെൻട്രൽ ഇഷ്യൂ. അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെ, ഏകാധിപത്യത്തിനെതിരെ, ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനക്കെതിരെ ഞാൻ പോരാടും. ഞാൻ പോരാടുന്നത് ഒറ്റയ്ക്കാവില്ല, UDF-നൊപ്പമായിരിക്കും, UDF-മായി കൈകോർത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിന് അൻവറിനൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നു. അങ്ങനെ UDF-ലേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ആനയിച്ചു കൊടുക്കാൻ മാത്രം വഴിവെച്ചതല്ലേ ഇന്നലത്തെ അറസ്റ്റ്? അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ അഭിലാഷെ പറഞ്ഞത്. അങ്ങനെയല്ല. ഈ പിന്നെ അൻവറിനെ സംബന്ധിച്ച് അറിയാത്ത രാഷ്ട്രീയ നേതാക്കൾ നിയമസഭയിൽ ആരുമില്ല, നന്നായിട്ട് അറിയുന്നവരാണ്. നിയമസഭയ്ക്ക് പുറത്തും എല്ലാ ജില്ലകളിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും PV അൻവർ എന്ന MLA അറിയാം. അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങൾ അറിയാം, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം ഞാൻ ഇടയ്ക്ക് ചോദിച്ചത് അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 13 പ്രഖ്യാപിച്ച ഞാനിതാ ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ പോയില്ലല്ലോ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ. 1. 2, ഇനി ഇതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ ചർച്ചയിൽ ഫക്രുദ്ദീൻ തന്നെ പറഞ്ഞല്ലോ, ഈ എന്തൊക്കെയാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ ആരെയാണ് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? പിന്നെ അതൊക്കെ UDF നേതാക്കൾ തീരുമാനിക്കട്ടെന്നേ. ഇനി വരുന്ന ആളുകളിൽ നമ്മൾ കാണാൻ പോവുകയല്ലേ, രാഷ്ട്രീയ കേരളം അത് കാണാൻ പോവുകയല്ലേ. എത്തരത്തിലാണ് UDF അൻവറുമായിട്ട് തോളോട് തോൾ ചേർന്ന് രാഷ്ട്രീയ സമരങ്ങളും രാഷ്ട്രീയ ദൗത്യങ്ങളും ഒക്കെ നിറവേറ്റാൻ കേരളത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി വരുന്ന ആളുകളിൽ കാണാൻ പോവുകയാണ്. അത് കണ്ടു തന്നെ അറിയണമല്ലോ. ഒരു കോഷൻ, ഒരു ജാഗ്രത UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ജൂനിയർ മാൻഡ്രേക്ക് ആവരുതല്ലോ. എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. അതിൽ അൻവറിന്റെ ലൈൻ പ്രഖ്യാപിച്ചു, അത് ഞാൻ UDF-നൊപ്പം എന്നുള്ളതാണ്. PV അൻവർ ജയിൽ മോചിതനായിരിക്കുന്നു. അദ്ദേഹം തവനൂർ ജയിലിൽ നിന്ന് ഒത്തായിലെ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇനി UDF-നൊപ്പം ചേർന്ന് പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം എന്ന രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി PV അൻവർ നടത്തിയിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ അമ്പുക്ക എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം 9 മണിയുടെ വാർത്ത.